അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ഞാൻ ഗ്രഹിപ്പിക്കണമേ. അപ്പൊ ഉള്ളിന്റെ ഉള്ളറകളിൽ അത് അതെ വിശുദ്ധമായി ഇരുപ്പാനും കർത്താവിന്റെ സന്ധിയിൽ നിഷ്കളങ്കതയോടെ ജീവിപ്പാനും നമുക്ക് കഴിയുന്നെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഭാഗ്യമില്ല. ദൈവമക്കളെ, അല്പകാലം മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ. ഈ ലോകത്തിന്റെ താൽക്കാലികമായ സുഖങ്ങളെ വിട്ടകന്ന് ആത്മീയമുള്ളവരായി, ദൈവികമുള്ളവരായി, ദൈവ സ്വഭാവമുള്ളവരായി നാം ജീവിക്കുന്നുവെങ്കിൽ, വിശുദ്ധ ജീവിതം ചെയ്യുന്നെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ കർത്താവിനെ കാണും. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. കർത്താവിന് സ്തോത്രം. വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടോ, അതുപോലെ ഈ ലോകത്തിന് ഡിഗ്രിയുടെ കുറവ് കൊണ്ടോ, അല്ലെങ്കിൽ ധനത്തിന്റെ കുറവ് കൊണ്ടോ ആർക്കും സ്വർഗരാജ്യം നിഷേധിക്കപ്പെടുന്നില്ല. എന്നാൽ വിശുദ്ധിയില്ലാത്ത ആർക്കും തന്നെ ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ജീവൻ പോയാലും ഉടുപ്പിനെ മലിനമാക്കാതെ സൂക്ഷിക്കണം. അങ്ങനെ തങ്ങളുടെ ഉടുപ്പ് മലിനമാകാതെ വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നവരെ സംബന്ധിച്ച് വെളിപ്പാട് 3-4-5 വാക്യങ്ങൾ ആദ്യമേ നമ്മൾ വായിച്ചു. സ്തോത്രം. ഉടുപ്പ് മലിനമാക്കാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ എന്തോ ധരിക്കും? വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് നടക്കും. പിന്നെ ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. ഇനിയും ഇതുവരെ നമുക്ക് കാണുവാൻ കഴിയാത്ത ഒരു പ്രത്യേക വസ്ത്രമുണ്ട്. ആ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ഉയരുകയുള്ളൂ. എന്താണ് ആ പുനരുത്ഥാനത്തിൽ നമുക്ക് ലഭിക്കുന്നത്? സ്വർഗാരോഹണത്തിൽ കോരിന്ത്യർ ലേഖനത്തിൽ 1 കോരിന്ത്യർ 15-ാമത്തെ അധ്യായം 53 മുതൽ 55 വരെ, 1 Corinthians chapter 15 verse 53. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ഈ മർത്യമായത് അമർത്യതയെ ധരിക്കും. പിന്നെ ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യതയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നുള്ള നിവൃത്തിയാണ്. അടുത്തത്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? നോക്കുക, ഇവിടെ ഒടുവിൽ നമ്മൾ ധരിച്ചുകൊണ്ട് ഉയരുന്ന ഒരു വസ്ത്രമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനവും. ആദ്യഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്, ക്രിസ്തു ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റെങ്കിൽ ആദ്യഫലത്തിന്റെ അർത്ഥം ഒരു വലിയ കൊയ്ത്ത് ഇനി വരാനുണ്ടെന്നാണ്. ആ വലിയ കൊയ്ത്ത് ഏതാണ്? വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടേതാണ്. അവർക്ക് ഉയരത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന സാധാരണ വസ്ത്രം കൊണ്ട് ഉയരുവാൻ കഴിയുന്നല്ല. ഏറെ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ആദ്യമായി ചന്ദ്രകോളത്തിലേക്ക് പോയവരിൽ അതേ ഉടുത്തിരിക്കുന്ന ആ സൂട്ട് പലപ്പോഴും ഞാനും പോയി കണ്ടിട്ടുണ്ട്. അതിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്താ അവരെ അന്നത്തേതിന്റെ വില തന്നെ $1,00,000 കൊടുക്കണമായിരുന്നു ഇവിടെ നിന്ന് ആ സ്പേസ് സൂട്ട് ഇട്ടുകൊണ്ട്. ഇന്നാണെങ്കിൽ എത്രയോ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കേണ്ടി വരും. അത് എത്ര ചന്ദ്രകോളത്തിൽ വരെ പോകാൻ വേണ്ടിയായിരുന്നു. നമുക്ക് പോകേണ്ടത് അവിടം വരെയല്ല. 1000 കോടി വാനഗോളങ്ങളെ താണ്ടി അതേ പോകുന്ന നിന്റെ മാർഗം നമ്മുടെ സകല സ്വത്തും വിറ്റാലും അങ്ങനെ ഒരു വസ്ത്രം കിട്ടുകയില്ല. പക്ഷെ നമ്മൾ അതിനു വേണ്ടി ഭാരപ്പെടേണ്ട സമയം ആവശ്യമില്ല. കാരണം പോകേണ്ട സമയമാകുമ്പോൾ ആ വസ്ത്രം അയച്ചു തരികയാണ്. ദ്രവത്വമായി ഇമ്മോർട്ടാലിറ്റി, കറപ്റ്റബിൾ ഇൻകറപ്ഷനെ, ദ്രവത്വം അദ്രവത്വത്തെ, മർത്യ അമർത്യതയെ ധരിച്ചുകൊണ്ട് നമ്മൾ ആ വസ്ത്രം കാഹളം കേൾക്കുന്നതും ആ തേജസ്സിന്റെ മനോഹരമായ വസ്ത്രം നമ്മുടെ മേൽ പതിയുന്നതും ആ അദ്രവത്വത്തിന്റെ അമർത്യതയുടെ ആ വസ്ത്രം ധരിച്ചുകൊണ്ട്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരിച്ച് ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാര് ചോദിക്കുന്നു, മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ ജയം എവിടെ? അതെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരിച്ച് മരണം കാണാതെ രൂപാന്തരപ്പെട്ട വിശുദ്ധന്മാർ ആ ചോദ്യം ചോദിക്കും. അങ്ങനെ 1000 കോടി വാനഗോളങ്ങളെ താണ്ടി നാം ഉയരത്തിലേക്ക് പറന്നുയരും. ആ വലിയ പ്രത്യാശയ്ക്കായി ഞാൻ എന്റെ ഓട്ടം തികച്ചു. പിന്നെ ദൈവത്തിന് സ്തോത്രം. ആ ഓട്ടം നല്ല പോർ പൊരുത്, ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് ആ ദൂതസംഘമാകവേ നമ്മളെ എതിരേൽക്കുവാൻ നിൽക്കുമ്പോൾ ഹല്ലേലൂയ ശുഭ്രവസ്ത്രധാരിയായി ദൈവസന്നിധിയിലേക്ക്
എല്ലാ ദൈവമക്കളും ഒരു പ്രാവശ്യം കൂടെ തങ്ങളുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിന് സ്തോത്രം. ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വിശിഷ്ട വസ്ത്രങ്ങൾ ഒന്നുപോലും നഷ്ടപ്പെടാതെ ധരിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഇടയാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ തോലെടുപ്പ് കൊണ്ട് ഉടുപ്പിച്ച് അവന്റെ നഗ്നത മറച്ച് അവനെ നീതീകരിച്ചതുപോലെ തന്നെ ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ വരുന്ന ആ സമയത്ത് നമ്മുടെ രക്ഷയിച്ച് സന്തോഷം ഉടുപ്പിക്കുന്നു, രക്ഷാവസ്ത്രം നൽകുന്നു, നീതിയുടെ അങ്കി നൽകുന്നു. ഹല്ലേലൂയ. മേൽത്തരമായ അങ്കി നമുക്ക് നൽകുന്നു, ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ അങ്ങനെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉടുപ്പിനെ മലിനമാകാതെ സൂക്ഷിക്കുന്നുവെങ്കിൽ ഒരു ദിവസം വെള്ള ഉടുപ്പ് ധരിക്കുന്ന ആ നാഴിക വരികയാണ്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഹൃദയം ദൈവസന്നിധിയിൽ പൂർണ്ണമായി ഏകാഗ്രമാക്കിക്കൊണ്ട് ആമേൻ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് നമ്മൾ ദ്രവത്വത്തെയും മർത്യം അമർത്യതയെയും ധരിക്കും. മർത്യമായത് അമർത്യതയെയും ധരിച്ചുകൊണ്ട് ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് നാം ഉയരുന്ന മനോഹരമായ ദിവസത്തിന് വേണ്ടി കർത്താവിനെ നമുക്ക് അതെ വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ആ പാട്ടിന്റെ ചില ചരണങ്ങൾ കൂടെ നമുക്ക് പാടി അതെ അതെ കർത്താവിനെ ആരാധിക്കാം. ലോകെ ഞാൻ